നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ന്യൂമറോളജി അനുസരിച്ച് പല വ്യക്തികൾക്കും 4 എന്ന നമ്പർ, 8 എന്ന് പറയുന്ന നമ്പർ അത്ര യോജിച്ചതല്ല. അങ്ങനെ വരുന്ന സമയങ്ങളിലെല്ലാം തന്നെ വളരെ കഷ്ടപ്പാടുകൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് 5-ാം തീയതി 6-ാം തീയതി ജനിച്ചവർ, അവർക്ക് 4 എന്ന് പറയുന്ന ഒരു എനിമി നമ്പറാണ്, അതൊരു സ്ട്രോങ് എനിമി നമ്പറും കൂടിയാണ്. ചില സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന കാണുമ്പോൾ എന്തിന് ജീവിച്ചു എന്ന് വരെ ആയിരിക്കും. അപ്പോൾ ഓരോ നമ്പറിന് എൻ്റെയൊക്കെ എനിമി നമ്പറിൻ്റെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 4 എന്ന് പറയുന്നത് ഒരു ലോകത്തിന് തന്നെ, ഒരു രാജ്യത്തിന് തന്നെ അത്ര നല്ല ഒരു നമ്പറില്ല. അപ്സ് ആൻഡ് ഡൗൺസ് ധാരാളം ഉണ്ടായിരിക്കും. പക്ഷേ അപ്സ് ആൻഡ് ഡൗൺസിനകത്ത് ഡൗൺസ് ആയിരിക്കും കൂടുതൽ, അപ്സ് വളരെ കുറവായിരിക്കും. ഒരുപാട് കുറ്റങ്ങളുണ്ടാകാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം, ഒരുപാട് ദോഷങ്ങളുണ്ടാകാം, നഷ്ടങ്ങളുണ്ടാകാം. ഈ 4, 13, 22 എന്ന തീയതികളിൽ നമ്മൾ ജനിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു കാര്യം തുടങ്ങുമ്പോഴും, അതൊരു ബിസിനസ് ആയിരുന്നാലും എന്തായിരുന്നാലും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ അയോധ്യ ക്ഷേത്രം 22-ാം തീയതിയാണ് ആദ്യത്തെ അഭിഷേകം നടക്കുന്നത്. 22 അന്നത്തെ തീയതിയും നക്ഷത്രമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു സുഖം തോന്നുന്നില്ല. എങ്ങനെ ഉത്തരേന്ത്യയിലെ ജ്യോത്സ്യ പണ്ഡിതന്മാർ ഈ തീയതി തിരഞ്ഞെടുത്തു എന്നുള്ളതിനോട് എനിക്ക് ചെറിയൊരു എതിർപ്പുണ്ട്. എന്നാൽ 2-3 ദിവസം കഴിയുമ്പോൾ പൗർണമി വരികയാണ്, വെളുത്തവ വരികയാണ്, നല്ല ദിവസമാണ്. അന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോക പ്രശസ്തി ആർജിക്കും, അനുദിനം വളർന്നുകൊണ്ടിരിക്കും. ഒരുപാട് ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നേനെ എന്ന് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. പിന്നെ ഒരു സമാധാനം, 22 എന്ന് പറയുമ്പോൾ 2, 2, 4 അതിനകത്ത് 2 ചന്ദ്രന്മാർ, 2 എന്ന് പറഞ്ഞ നമ്പർ ചന്ദ്രനെ സൂചിപ്പിക്കുന്നു. 2 ചന്ദ്രന്മാർ ചേർന്നാണ് ഈ രാഹു വരുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും കാണുകയില്ല എന്ന് കണ്ടായിരിക്കും അവർ 22-ാം തീയതി തിരഞ്ഞെടുത്തതെന്ന് തോന്നുന്നു. പക്ഷെ ന്യൂമറോളജി അനുസരിച്ച് ആ 22-നോട് എനിക്ക് അത്ര വലിയ യോജിപ്പൊന്നുമില്ല. എന്തായിരുന്നാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ന്യൂമറോളജി വർക്ക് ചെയ്യുന്നുള്ളത്. ആരും ഇതിനകത്തുള്ള എക്സ്പെർട്ടുകളൊന്നും അല്ലല്ലോ, ഞാനും ഇതിൻ്റെ എക്സ്പെർട്ടുകളൊന്നുമില്ല. എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ പറയുന്നു എന്ന് മാത്രം. എന്തായിരുന്നാലും തിങ്കളാഴ്ച ഒരു നല്ലൊരു ദിവസമാണ്. ഉത്തരേന്ത്യയിലെ ജ്യോത്സ്യന്മാരെല്ലാം തിരഞ്ഞെടുത്ത ഒരു ദിവസമാണ്. അന്ന് തന്നെ എല്ലാ ചടങ്ങുകളും നടക്കട്ടെ. മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് എല്ലാ വീടുകളിലും വിളക്ക് കത്തിക്കണം. ഈ വിളക്ക് കത്തിക്കുന്നതിനെ പറ്റിയുള്ള ഉദ്ദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ കിഴക്കോട്ട് നോക്കിയാണ് വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു തിരി ഇട്ടാൽ മതി. പടിഞ്ഞാറോട്ട് നോക്കിയാണ് കത്തിക്കുന്നുണ്ടെങ്കിൽ 2 വശത്തും, കിഴക്കും പടിഞ്ഞാറും കത്തിക്കുക. പിന്നെ വീട്ടിൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ വൈകിട്ട് 5 തിരി ഉള്ള വിളക്ക് കത്തിച്ച് വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ചുകൂടെ ഈ നെഗറ്റീവ് എനർജീസ് എല്ലാം മാറിക്കിട്ടും, നമ്മുടെ മനസ്സിനെല്ലാം ഒരു സന്തോഷം കിട്ടും. വേണ്ടാത്തൊന്നും സംസാരിക്കാനുള്ള ഒരു വരില്ല. അപ്പം അങ്ങനെ ഒരു പവർ ഉണ്ട്. അതുപോലെ പള്ളിയിൽ മെഴുകുതിരി എത്തിച്ച് വയ്ക്കുന്നവർ വീട്ടിൽ മെഴുകുതിരി എത്തിച്ചിട്ടുണ്ടാകും, അതിൻ്റെയൊക്കെ ഇഫക്റ്റ്. അപ്പോൾ എന്തായിരുന്നാലും ഇന്ത്യ മുഴുവനും എല്ലാ വീടുകളിലും വിളക്ക് കത്തിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ഒന്ന് കത്തിക്കാം. നമ്മുടെ മനസ്സിനകത്തുള്ള ദുർവിചാരങ്ങളെല്ലാം ഒന്ന് മാറ്റി നല്ല മനുഷ്യനായി ജീവിക്കുവാൻ നമുക്ക് നോക്കാം. ഒപ്പം ഈ ക്ഷേത്രത്തിന് പോസിറ്റീവ് പവർ കൂടാനും അത് സഹായിക്കും. ലോകത്തിലുള്ള അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറും. എല്ലാവർക്കും പോയി കാണണം, പ്രാർത്ഥിക്കണം. നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകാനുള്ള പൂജകളെല്ലാം തീർച്ചയായിട്ടും അവിടെ നടക്കും. നമുക്കെല്ലാവർക്കും ആ ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം.